Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിങ് 2. ഓൾറെഡി നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ്, ദെൻ ലാസ്റ്റ് 3 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ നമ്മൾ നെക്സ്റ്റ് എപ്പോഴും ചെയ്യുന്നതാണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും പാസ്സാകണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOMന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു പേപ്പറിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കറിയാം, 3rd സെമസ്റ്ററിൽ നിങ്ങൾ പാർട്ട് 1 ഇൻകം ടാക്സ് പഠിച്ചതാണ്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. സോ ഇത് ഒരു 7 ചാപ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 3rd സെമസ്റ്ററിൽ അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വലും അസസ്മെന്റ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയും പഠിച്ചു. പേഴ്സൺസിൽ ബാലൻസ് ഉള്ള പേഴ്സൺസിൽ വരുന്ന ഫേം, AOP ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ട്രസ്റ്റ്, കോപ്പറേറ്റീവ് സൊസൈറ്റി, കമ്പനി, ഇതിൻ്റെ അസസ്മെന്റ് ആണ് നമുക്ക് ആദ്യത്തെ 5 ചാപ്റ്റേഴ്സിൽ പഠിക്കാനുള്ളത്. പിന്നെ വരുന്നത് ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ചാപ്റ്ററുകളാണ്. അപ്പോൾ ഇതിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് കമ്പനി ചാപ്റ്റർ. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ essay നിർബന്ധമായും 1ഓ 2ഓ ചിലപ്പോൾ വരാറുണ്ട്. ഒരെണ്ണം എന്തായാലും ഉണ്ടായിരിക്കും, പ്രോബ്ലം. പിന്നെ നമുക്ക് 2 വെയിറ്റേജിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ 3 വെയിറ്റേജിൻ്റെ ആണെങ്കിലും പ്രോബ്ലംസും തിയറിയും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട്. അത് സാധാരണ അസസ്മെന്റ് ഓഫ് കമ്പനി മാത്രമല്ല, ടോണേജ് ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയയും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കോർ ചെയ്യാൻ ഈ അസസ്മെന്റ് ഓഫ് ഈ പേഴ്സൺസിൽ അസസ്മെന്റ് ഓഫ് കമ്പനിക്ക് വളരെ ഇമ്പോർട്ടൻസ് എന്തായാലും കൊടുക്കാൻ ശ്രമിക്കുക പഠിക്കുന്ന സമയത്ത്. തിയറിയുടെ കേസിലോട്ട് പോകുന്ന സമയത്ത് ചാപ്റ്റർ നമ്പർ 6ലത്തെ എന്താണ് ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ടു എന്താണ് ഓൺ ഓർ ലീസ്, ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ, മേക്ക് ഓർ ബൈ, അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിസിഷൻ, ബോണസ് ഷെയർസിൻ്റെ, അങ്ങനെ അതിൽ ഒരുപാട് ടാക്സ് പ്ലാനിങ്ങിൻ്റെ തിയറി കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതിലേതെങ്കിലും കാര്യം അമാൽഗമേഷൻ, ഡീമർജർ, ഇതൊക്കെ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ്. അപ്പോൾ തിയറി പഠിക്കുമ്പോൾ ചാപ്റ്റർ നമ്പർ 6, അതുപോലെ തന്നെ ചാപ്റ്റർ നമ്പർ 7ലെ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, ലൊക്കേഷൻ ഓഫ് ബിസിനസ്, നേച്ചർ ഓഫ് ബിസിനസിൻ്റെ തിയറി, ഇതൊക്കെയാണ് തിയറിയിൽ നമുക്ക് തിയറി എന്ന് പറഞ്ഞിട്ട് പറയാനുള്ളത്. ബാക്കിയുള്ള തിയറി ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ 5 ചാപ്റ്ററിലെ പ്രോബ്ലംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറിയാണ്. നേരെ മറിച്ച് ചാപ്റ്റർ നമ്പർ 6ലും 7ലും പ്യുവർ തിയറി ആയിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ തിയറി പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങൾ സെപ്പറേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ചാപ്റ്റർ നമ്പർ 6ലത്തെയും മെയിൻ 6, 7ലത്തെ പ്യുവർ തിയറി ആയിട്ട് എടുക്കണം കാണാം. ഇനി ഇതല്ലാതെ കണ്ട് നമുക്ക് എക്സാമിന് നമ്മൾ 3rd സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള ടാക്സ് പ്ലാനിങ്ങിനെ പറ്റിയിട്ടുള്ള ബേസിക് ചോദ്യം, ടാക്സ് മാനേജ്മെന്റിനെ പറ്റിയിട്ടുള്ള ബേസിക് ചോദ്യം, ഇതെടുത്ത് ചിലപ്പോൾ വരാറുണ്ട്. എന്താണ് ടാക്സ് പ്ലാനിങ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ആക്ച്വലി നമ്മളിത് മെയിനായിട്ട് 3rd സെമസ്റ്റർ എന്താണ് ടാക്സിലാണ് പഠിച്ചിട്ടുള്ളത്. ബട്ട് അത് ചില സമയത്ത് 2 വെയിറ്റേജിൻ്റെയിലൊക്കെ എടുത്ത് കാണാറുണ്ട്. ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് എന്താണ് ടാക്സ് പ്ലാനിങ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ടാക്സ് മാനേജ്മെൻറ്റ് 3rd സെമസ്റ്ററിൽ പഠിച്ചത് അതൊന്നും നോക്കി വയ്ക്കുക. ഇവിടെ ശരിക്കും നമുക്കതിൻ്റെ ആപ്ലിക്കേഷനാണ് പഠിക്കാനുള്ളൂ. എന്നാലും ആ ബേസ് എടുത്തിട്ട് ചില സമയത്ത് ചോദിക്കാറുണ്ട്. ഇതാണ് തിയറി ഏരിയ. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തിയറി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്റർ നമ്പർ 6ലത്തെ കുറച്ച് തിയറിയുടെ കാര്യങ്ങൾ ക്വിക്കായിട്ട് നോക്കാനും, ചാപ്റ്റർ നമ്പർ 7ലത്തെ സ്പെഷ്യൽ ഇക്കണോമിക് സോണും ലൊക്കേഷൻ ഓഫ് ബിസിനസ്സും അതുപോലെ തന്നെ നേച്ചർ ഓഫ് ബിസിനസ്സും ഇത് നോക്കാനും മറന്നു പോകരുത്. അത് ഈ ഏരിയാസിൽ നിന്ന് റിപ്പീറ്റ് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ 60 ഗ്രേഡ് പോയിന്റ് ആണ് വേണ്ടത് എക്സ്റ്റേണലിൽ പാസ്സാകാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 2 ഏരിയാസ് ആണ്.
പാർട്ട് എയും പാർട്ട് സിയും. ഈ രണ്ടിൻ്റെയും പ്രത്യേകത എന്താ? പാർട്ട് എയിൽ റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ 7 എണ്ണത്തിൽ 4 എണ്ണം എന്തായാലും ഉണ്ടായിരിക്കും. 3 എണ്ണം എന്തായാലും കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ളതാണ് വരാ. ഇവിടെ പാർട്ട് എയിൽ 6 തിയറിയും 1 പ്രോബ്ലമാണ് വരാ. നിങ്ങൾ തിയറി മാത്രം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പ്രോബ്ലത്തിലോട്ടൊന്നും 2 വെയിറ്റേജിൻ്റെ വെറുതെ ഇറങ്ങിയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചെയ്തോ, കാരണം സമയം പോകുന്നൊരു പരിപാടിയാണ്. ഇനി ഡയറക്റ്റായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെയാണ് പ്രോബ്ലം വന്നിട്ടുള്ളതെങ്കിൽ അറിയാമെങ്കിൽ ചെയ്തോ, അതല്ലെങ്കിൽ തിയറി 4 എണ്ണം എഴുതാൻ ശ്രമിക്കുക. കാരണം 2 വെയിറ്റേജിൻ്റെ തിയറി ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഈസിയുമാണ്. ക്വിക്കായിട്ട് എഴുതി അവസാനിപ്പിച്ച് നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പാർട്ട് എയും എസ്സേയുടെ കേസിലോട്ട് പോകുമ്പോൾ 4 എസ്സേയിൽ 2 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ എങ്ങനെ പോയാലും നമുക്ക് നിർബന്ധമായും അസസ്മെന്റ് ഓഫ് കമ്പനിയിൽ നിന്ന് ഒരു എസ്സേ പ്രോബ്ലം ഇടാറുള്ളതാണ്. പിന്നെ ഒരു തിയറി, അത് ചാപ്റ്റർ നമ്പർ 6ലത്തെ തിയറിയോ അതല്ലെങ്കിൽ ബേസിക് തിയറിയോ, നേരത്തെ പറഞ്ഞ ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അതെന്തെങ്കിലും. പിന്നെ നമുക്ക് പ്രോബ്ലം ചാപ്റ്റർ നമ്പർ 7ലത്തെ വരാറുണ്ട്. ഞാൻ പറഞ്ഞു അത് അറ്റൻഡ് ചെയ്യണം, ഞാൻ ഒരു കാരണവശാലും പറയില്ല. കാരണം ഇൻഡയറക്റ്റ് മോഡിലൊരു പ്രോബ്ലം മിക്കതും ചാപ്റ്റർ നമ്പർ 7ലത്തെ വരാറുണ്ട്. ഉള്ള സമയം പോവുള്ളൂ. നേരെ മറിച്ച് അസസ്മെന്റ് ഓഫ് കമ്പനി ഒക്കെ ഡിറക്റ്റ് ചോദ്യങ്ങളാണ് എസ്സേക്ക് ഇടാറ്. പിന്നെ ഫേമിലത്തെ ഒരു പ്രോബ്ലം എസ്സേക്ക് വന്നാൽ നിങ്ങളുടെ ഭാഗ്യം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് എസ്സേ. അപ്പോൾ 4 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം കിട്ടാനൊരു പാടില്ല. അപ്പോൾ പാർട്ട് എയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന കുറച്ച് 2 വെയിറ്റേജ് തിയറി ചോദ്യങ്ങളുണ്ട്. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എസ്പെഷ്യലി ടോണേജ് ടാക്സേഷൻ സിസ്റ്റം എന്താണ്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്താണ്, അതിനെ പറ്റിയിട്ടുള്ളത് 10AA നോക്കിയിരിക്കണം. ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80P റിപ്പീറ്റ് ആണ്. മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് റിപ്പീറ്റ് ആണ്, മിക്ക പേപ്പറിലും ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ പറയുന്ന അസസ്മെന്റ് ഓഫ് കമ്പനി, അസസ്മെന്റ് ഓഫ് എല്ലാത്തിൻ്റെയും അസസ്മെന്റിന്റെ ബേസിക് തിയറി, ഇപ്പം അസസ്മെന്റ് ഓഫ് LLP, പിന്നെ 184നെ പറ്റിയുള്ള അതിന്റെ കണ്ടീഷൻസ് കാര്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ട്രസ്റ്റ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രസ്റ്റ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അമാൽഗമേഷൻ ആൻഡ് ഡിമർജർ ചാപ്റ്റർ നമ്പർ 6ലത്തെ. അതുപോലെ തന്നെ ഡിവിഡൻഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ, മേക്ക് ഓർ ബൈ ഡിസിഷൻ, ഓൺ ഓർ ലീസ്, റിപ്പയർ ഓർ റിന്യൂവൽ, ഇതൊക്കെ 2 വെയിറ്റേജിന്റെ പാർട്ടിൽ ചാപ്റ്റർ നമ്പർ 6ൽ നിന്ന് എടുത്ത് ചോദിക്കാറുള്ള ഏരിയാസ് ആണ്. അപ്പോൾ ഇങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ബേസിക് ആയിട്ട് ടാക്സ് പ്ലാനിങ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ടു ബോണസ് ഷെയർസ്, ഡിവിഡൻഡ് അങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ യൂഷ്വൽ അസസ്മെന്റ്, എന്ത് അസസ്മെന്റ് ഓഫ് LLP ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, അസസ്മെന്റ് ഓഫ് AOP അതിന്റെ ബേസിക് കാര്യങ്ങളില്ലേ. അസസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ, എങ്ങനെയാണ് നമ്മൾ AOPയുടെ അസസ്മെന്റ് നടത്തുന്നത്. നമ്മൾ പ്രോബ്ലം പഠിച്ചിട്ടുണ്ട്. ആ പ്രോബ്ലം പഠിക്കുന്നതിന് മുമ്പ് അതിന്റെ തിയറി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട്, കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ അതെടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ പാർട്ട് എയിൽ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കണം. ഞാൻ 2 വെയിറ്റേജിന്റെ റിപ്പീറ്റ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിർബന്ധമായും കാണാം. അതുപോലെ തന്നെ ബുക്ക് പ്രോഫിറ്റിന്റെ കമ്പ്യൂട്ടേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്, ഇതൊക്കെ നമ്മൾ കണ്ടുവന്നുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് അക്കോർഡിംഗ് ടു ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂ, അങ്ങനത്തെ അല്ലേ, അങ്ങനെ 1-2 ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ പല പേപ്പറിലും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ 2 വെയിറ്റേജ് ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എസ്സേയിലോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് 3 പ്രോബ്ലം 1 തിയറിയാണ് വരാറ്. അതിൽ അസസ്മെന്റ് ഓഫ് കമ്പനി പ്രോബ്ലം എന്തായാലും ഉണ്ടായിരിക്കും. പലരും ചോദിക്കാറുണ്ട് ലാസ്റ്റ് ആൻസർ കിട്ടിയാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ എന്നുള്ളത്. പരമാവധി നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ തെറ്റ് വന്നാലും അവർക്ക് മാർക്ക് ഇടാൻ വേണ്ടിയുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം തിയറിയിലോട്ട് കിടക്കുക. തിയറിയിൽ ഞാൻ പറഞ്ഞു ചാപ്റ്റർ നമ്പർ 6ലത്തെ തിയറിയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്, അതല്ലെങ്കിൽ ബേസിക് തിയറി, ടാക്സ് പ്ലാനിങ്, ടാക്സ് മാനേജ്മെന്റ്, അങ്ങനത്തെ തിയറി. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ചാപ്റ്റർ നമ്പർ 6ലത്തെ റിപ്പയർ ഓർ ലീസോ, ഓൺ ഓർ റിപ്പയർ ഓർ റിന്യൂവൽ, ഓൺ ഓർ ലീസ്, ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു തിയറി. ചാപ്റ്റർ നമ്പർ 7ലത്തെ ലൊക്കേഷൻ ഓഫ് ബിസിനസ്, അതുപോലെ നേച്ചർ ഓഫ് ബിസിനസ്, സ്പെഷ്യൽ ഇക്കണോമിക്സ് ഓൺ അതിൻ്റെ തിയറി. അപ്പോൾ അങ്ങനെ ഒരു എസ്സേ, ഇതാണ് തിയറിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ചാപ്റ്റർ നമ്പർ 7ലത്തെ ഞാൻ പറഞ്ഞു പ്രോബ്ലത്തിൻ്റെ കാര്യം അങ്ങനെ ഫോക്കസ് പോകണമെന്നില്ല. ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ടൈം കൺസ്യൂമിങ് ആണ് പലപ്പോഴും അതിലത്തെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ. ദെൻ ഫേമിലത്തെ പ്രോബ്ലം എസ്സേക്ക് വരാണെങ്കിൽ അതും സൂപ്പറായിട്ട് ചെയ്യുക.
അപ്പോൾ ഇങ്ങനെ ഈ 2 പാർട്ടിലോട്ടും ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് പാസ്സാകാൻ നിർബന്ധമായും പറ്റും. ഇനി പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ പ്രോബ്ലംസ് നല്ല രീതിയിൽ പഠിച്ച കുട്ടിക്ക് മാത്രമേ, എല്ലാ ചാപ്റ്ററിലും പ്രോബ്ലം പഠിച്ച കുട്ടിക്ക് മാത്രമേ പാർട്ട് ബി സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് അതിലൊരു മാറ്റം സംഭവിച്ചത് കഴിഞ്ഞ പ്രാവശ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം 4 തിയറി 3 പ്രോബ്ലമാണ് വന്നത്. ബട്ട് അതിനേക്കാൾ മുമ്പ് വരെ നമുക്ക് 4 പ്രോബ്ലം 3 തിയറിയാണ് വരാറ്. അപ്പോൾ ഈ 4 പ്രോബ്ലത്തിൽ മിക്കതും 5 എന്താണ് അല്ലേ, അസസ്മെൻറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. അസസ്മെൻറ്റ് ഓഫ് കമ്പനി, ട്രസ്റ്റ്, AOP ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇതൊക്കെ പറഞ്ഞില്ലേ 4-5 എണ്ണം. ഇതിൽ ഏതെങ്കിലും 4 എണ്ണമാണ് എടുത്ത് ചോദിക്കാറ്. അതിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രോബ്ലം എല്ലാത്തിലും ഉണ്ടാവാറുണ്ട്. ദെൻ ട്രസ്റ്റ്, ഫേം വരാറുണ്ട്, കമ്പനി തന്നെ വരാറുണ്ട്, എസ്പെഷ്യലി ടോണേജ് ടാക്സേഷനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ആദ്യത്തെ 5 ചാപ്റ്റർ പ്രോബ്ലംസ് നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ പാർട്ട് ബി 2022 വരെ സ്കോർ ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പോൾ പ്രോബ്ലംസ് നന്നായി പഠിച്ചൊരു കുട്ടിക്ക് ക്വിക്കായിട്ട് ആൻസർ ചെയ്ത് പാർട്ട് ബി കംഫർട്ടബിൾ ആയിട്ട് കയ്യിലേക്ക് കിട്ടും എന്നുള്ളതാണ്. പാർട്ട് ബിയിൽ പിന്നെ തിയറി വരാൻ സാധ്യതയുള്ളത് ഞാൻ പറഞ്ഞു. ചാപ്റ്റർ നമ്പർ 6 തിയറി, ഈ ചാപ്റ്റർ നമ്പർ 6 തിയറി 3 പാർട്ടിലും ചിലപ്പോൾ വരാറുണ്ട്, അല്ലെങ്കിൽ പാർട്ട് എയും ബിയും മാത്രമായിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പാർട്ട് ബിയുടെ കേസ്. അപ്പോൾ നിങ്ങൾ പ്രോബ്ലംസിലോട്ട് കൂടുതൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം പാർട്ട് ബി കൂടുതൽ പറ്റും. അതല്ല, തിയറി കൂടുതൽ ചോദിച്ചാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബട്ട് മാർക്ക് പലപ്പോഴും പാർട്ട് ബിയിൽ തിയറി അറ്റൻഡ് ചെയ്താൽ സ്കോർ ചെയ്യാൻ കുറച്ച് പാടാണ്. പ്രോബ്ലമാണ് വരുന്നതെങ്കിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പാർട്ട് ബിയുടെ അവസ്ഥ. അപ്പോൾ എന്തായാലും നിങ്ങൾ എയും സിയും തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്സാകാൻ പറ്റും. പ്രോബ്ലം ചാപ്റ്റേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ട് പഠിച്ചൊരു കുട്ടിക്ക് അതുകൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഹൈ സ്കോറിലോട്ട് നിസ്സംശയം എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ്. ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യം, എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യുക. ഒരെണ്ണം പോലും വിടരുത്. മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് അവർക്ക് സ്പേസ് നമ്മൾ കൊടുത്തിരിക്കണം. ഈ രീതിയിലൊക്കെ പ്രസൻറ്റ് ചെയ്ത് എക്സാം നാളെ എല്ലാവരും എഴുതുക. 3rd സെമസ്റ്ററിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പേപ്പറായിരുന്നു ഇൻകം ടാക്സ്. അതുപോലെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സോ നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്ന് ഈവനിങ് 8:30 നമ്മൾ എക്സാം റിലേറ്റഡ് ലൈവ് വെക്കുന്നുണ്ട്. പ്രോബ്ലം പേപ്പറാണ്, എന്നാലും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. Thank you.